വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്കായി സംസ്ഥാന സർക്കാർ കൽപ്പറ്റയിൽ നിർമ്മിച്ച ആദ്യഘട്ട വീടുകൾ കൈമാറി. കൽപ്പറ്റയിലെ മാതൃകാ ടൗൺഷിപ്പിൽ നിർമ്മിച്ച 178 വീടുകളാണ് ദുരന്ത ബാധിതർക്ക് കൈമാറിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. അടുത്ത മഴക്കാലത്തിനു മുമ്പ് മുഴുവൻ ദുരിതബാധിതർക്കും വീടും ഭൂമിയും നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിരവധി തടസ്സങ്ങൾ നേരിട്ടാണ് പദ്ധതി പൂർത്തിയാക്കിയത്. വ്യാജ പ്രചാരണം മുതൽ കേന്ദ്ര സഹായ നിഷേധം വരെ ഉണ്ടായി. വ്യാജം ചമച്ച പുനരധിവാസ പദ്ധതി ഇല്ലാതാക്കാൻ ശ്രമമുണ്ടായെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ നാട്ടിൽ സാധാരണ തെമ്മാടികൾ സ്വീകരിക്കുന്ന നില ചില തെമ്മാടി രാഷ്ട്രങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുകയാണ്. ആ തെമ്മാടി രാഷ്ട്രങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എന്നതാണ് ഏറ്റവും കടുത്ത അനുഭവം. സാധാരണഗതിയിൽ ഒരു രാജ്യത്തിന് നേതൃത്വം കൊടുക്കേണ്ട മാനസികാവസ്ഥയുള്ളയാൾ തന്നെയാണോ അവിടെ നേതൃത്വം വഹിക്കുന്നത് എന്ന ശങ്ക ഇതെല്ലാം കൂടി ഒത്തുവന്നപ്പോൾ ഭ്രാന്തമായ നടപടികളിലേക്ക് കടക്കുകയാണ്. ഇറാന് നേരെ ആക്രമണം നടത്താനുള്ള എന്ത് സാഹചര്യമാണ് ഉണ്ടായത്? തങ്ങൾക്ക് വിരോധമുള്ള രാഷ്ട്രങ്ങളെ വെച്ച് വാഴിപ്പിക്കില്ല എന്ന നിലയാണല്ലോ. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരിയായി ആ രാജ്യം കണക്കാക്കുന്ന ആയത്തുള്ള ഖൊമേനിയെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകളെയും കൊച്ചുമോളെയും മകളുടെ ഭർത്താവിനെയും എല്ലാം കൂടെ ചേർത്ത് കൊല്ലുന്ന നില നമ്മുടെ നാട്ടിൽ സമാനതകളില്ലാത്ത ഒരു ദുരന്തം. അവശേഷിച്ചവർ ഇവിടെ പറഞ്ഞതുപോലെ ഒരുമിച്ച് ജീവിച്ചവരാണ് ഞങ്ങൾ, ഒരുമിച്ച് തന്നെ കഴിയണമെന്നാണ് ആഗ്രഹം. എന്നാൽ അവരുടെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാനാണ് നാം ശ്രമിച്ചത്. അടുത്ത മഴക്കാലത്തിന് മുൻപ്, വലിയ മാസങ്ങളില്ല നമുക്കറിയാം, അതിനിടയിൽ വരാനിടയുള്ള വലിയ തിരക്ക് പിടിച്ച ഘട്ടമുണ്ടാവും. അതെല്ലാം ഉണ്ടെങ്കിലും അടുത്ത മഴക്കാലത്തിന് മുൻപ് മുഴുവൻ ദുരന്തബാധിതർക്കും സ്വന്തം ഭൂമിയും വീടും നൽകി പുനരധിവസിപ്പിക്കുന്നതിനുള്ള കർമ്മ പദ്ധതിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇവിടെ തടസ്സങ്ങൾ ഏറെയുണ്ടായി. വ്യാജ പ്രചരണങ്ങൾ മുതൽ കേന്ദ്ര സഹായ നിഷേധം വരെ ദുരന്തബാധിതരെ തെറ്റിദ്ധരിപ്പിക്കാനും ചിലർ ശ്രമിച്ചു. കോടതി വ്യവഹാരങ്ങൾ വേറൊരു ഭാഗത്ത് നടന്നു. ദുരിതാശ്വാസ നിധി എല്ലാവരും സഹകരിക്കുന്നതും സഹായിക്കുന്നതും സ്വയമേവ തയ്യാറായി നിക്ഷേപിക്കുന്നതും ഒക്കെ ആയിട്ടുള്ളത്. പക്ഷേ ആ ദുരിതാശ്വാസ നിധിയിലേക്ക് ചില്ലിക്കാശ് നൽകരുത് എന്ന് പറയാനും ആളുണ്ടായി. റിയാസ് കെ എം ആർ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റിയാസ്, എന്തായാലും ദുരന്തമുഖത്ത് വിറങ്ങലിച്ചു നിന്നവർക്ക് സർക്കാർ നൽകിയ വാക്ക് യാഥാർത്ഥ്യമാകുകയാണ്. ആദ്യഘട്ടത്തിൽ 178 വീടുകളുടെ താക്കോൽ വിതരണമാണ് മുഖ്യമന്ത്രി നിർവഹിച്ചിരിക്കുന്നത്. തീർച്ചയായും വയനാട് ടൗൺഷിപ്പിൽ ആകെ 410 വീടുകളാണ് സർക്കാർ നിർമ്മിക്കുന്നത്. അതിൽ ആദ്യഘട്ടമായി 178 വീടുകളുടെ പട്ടയ കൈമാറ്റവും താക്കോൽ കൈമാറ്റവുമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചത്. ദുരന്തബാധിതരെ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ സംസ്ഥാന സർക്കാർ എങ്ങനെ ചേർത്ത് പിടിച്ചു എന്നതിന്റെ ഒരു വലിയ ഉദാഹരണമാണ്. സമാനതകളില്ലാത്തൊരു നന്മയാണ് ഇന്ന് എൽസ്റ്റൺ എസ്റ്റേറ്റിലെ ആ ഒരു ഈ ഒരു പദ്ധതി പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ 178 കുടുംബങ്ങളുടെ പ്രതിനിധികളായിട്ട് വന്ന ആളുകൾക്ക് പട്ടയം കൈമാറിയതിലൂടെ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. ദുരന്തത്തിൽ മരിച്ചവരുടെ ഓർമ്മയ്ക്ക് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ചടങ്ങുകൾ തുടങ്ങിയത്. പിന്നീട് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കേരള മാതൃകയാണ് ഈ അതിജീവനമെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയുണ്ടായി. ഒപ്പം തന്നെ വ്യാജ പ്രചരണങ്ങളെ അതിജീവിച്ചതിനെ കുറിച്ച് മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചു. കൂടാതെ കേന്ദ്ര സർക്കാർ പണം നൽകാതെ മുഖം തിരിച്ച നടപടിയെ വിമർശിക്കാനും മുഖ്യമന്ത്രി
ഇന്നത്തെ ഈ സമയത്ത് ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. മാത്രമല്ല അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ന് ഒരു ഒന്നാം ഘട്ടം വയനാട് ടൗൺഷിപ്പിന്റെ ഒന്നാം ഘട്ടം യാഥാർത്ഥ്യമാകുന്നു. ആ ടൗൺഷിപ്പിലുള്ള 178 വീടുകളാണ് ഈ ഒരു ഘട്ടത്തിൽ കൈമാറിയിരിക്കുന്നത്. അതിൽ തന്നെ ആ വീടുകളുടെ ഒരു ഘടന പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു മാസ്റ്റർ ബെഡ്റൂം ഉണ്ടാകും, 2 മുറികൾ ഉണ്ടാകും. അതുകൂടാതെ സിറ്റ് ഔട്ട്, ലിവിംഗ് ഏരിയ, സ്റ്റഡി റൂം, ഡൈനിങ് ഹാൾ, അടുക്കള, സ്റ്റോർ ഏരിയ എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഓരോ വീടും. ആ വീടിന്റെ മുകൾ നിലയിലേക്ക് ഭാവിയിൽ അവർക്ക് എടുക്കാൻ പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ഭാവിയിൽ ഇനിയും വേണമെങ്കിൽ മുകൾ നിലയിൽ മുറികളും മറ്റും എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഉറപ്പോടുകൂടിയാണ് ആ വീടുകൾ പണിതിരിക്കുന്നത്. ഇനി സർക്കാർ നേരത്തെ വാഗ്ദാനം ചെയ്ത റോഡ് അടക്കമുള്ള മറ്റ് പശ്ചാത്തല സംവിധാനങ്ങൾ, കമ്മ്യൂണിറ്റി ഹാൾ, ഒപ്പം തന്നെ ആശുപത്രി അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഈ ടൗൺ ഹാളിന്റെ ഭാഗമായി നിർമ്മിക്കും. അതിനിടെ തന്നെ ഈ 410 വീടുകളുടെ പൂർണ്ണമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തി ഈ മഴക്കാലത്തിന് മുൻപ് പൂർത്തീകരിക്കുക എന്ന ഒരു ലക്ഷ്യമാണ് സർക്കാരിന്റെ മുൻപിലുള്ളത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. യുദ്ധകാലാടിസ്ഥാനത്തിൽ അതുകൂടി മുഖ്യമന്ത്രി നൽകിയൊരു വാഗ്ദാനം എന്ന് പറയുന്നത് യുദ്ധകാലാടിസ്ഥാനത്തിൽ അതുകൂടി പൂർത്തീകരിക്കും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു വലിയൊരു ഉത്സവാന്തരീക്ഷത്തിലാണ് ചടങ്ങ് നടന്നത്. അതിൽ തന്നെ പ്രതിപക്ഷത്തെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു അധ്യക്ഷ ഭാഷണത്തിൽ റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രസംഗം. കല്ല് മാത്രം ഇട്ടു പോകുന്നവരല്ല സർക്കാരെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കുകയുണ്ടായി. മന്ത്രിമാരടക്കമുള്ളവർ സംബന്ധിച്ചിരുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ പ്രതിനിധിയായി കൽപ്പറ്റ MLA കൂടിയായിട്ടുള്ള ടി സിദ്ദിഖാണ് പങ്കെടുത്തത്. വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. ഈ വീടുകളിൽ 178 വീടുകളിലും ഡിവൈഎഫ്ഐയുടെ ഭാഗമായി ഡിവൈഎഫ്ഐ ടെലിവിഷൻ കൈമാറുന്ന ചടങ്ങും ഇതിന്റെ ഭാഗമായി നടന്നിരുന്നു. ശരി, വ്യക്തമാണ്. റിയാസ് കെ മാറാണ് വിവരങ്ങൾ നൽകിയത്.